ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളെ സ്വന്തം അനുവസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ എക്സാമിന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസുകൾ ചോദിച്ച് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ പാർട്ട് നമ്പറും അതുപോലെ ഫ്രാക്ഷൻസ്, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകൾ തന്നെയാണ്. സോ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഏത് മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദിക്കുകയുണ്ടായിരിക്കുക. അപ്പൊ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതിന്റെ കൂടെ എന്ത് ചെയ്യണം, എന്റെ മക്കളെ ചോദ്യത്തിന് ആൻസർ നമ്മളെ കമന്റ് ബോക്സിൽ എനിക്ക് അവിടെ ഞാൻ പറയുന്നതിന് മുൻപ് കിട്ടുവാണെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പറയാം. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാലോ നമുക്ക്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി? 4 വട്ടങ്ങൾ വ്യത്യസ്ത തരത്തിൽ തുല്യമായി ഭാഗിച്ച ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1/3 ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഇതിൽ ഏതാണ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1/3 ഓഫ് വിച്ച് ഇമേജ് ഈസ് ഷെയ്ഡഡ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾ ആ ഒരു പിക്ചർ നല്ലോണം ശ്രദ്ധിക്കുക. പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ 1/3 എന്ന് പറഞ്ഞാല് എന്താണ്, 3 പീസാക്കിയതിൽ ഒരാളെ ഷെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഓപ്ഷനിൽ ആര് വരൂടാ? ഈസ് ഓപ്ഷൻ ഡി. കാണുമ്പോൾ തന്നെ അറിയാം, 3 കഷ്ണമാക്കി അതിൽ ഒരാളെ മാത്രം ഷെയ്ഡ് ചെയ്തു. ദെൻ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഡി. റെഡി അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എഴുതി കൊടുക്കാട്ടോ. ഡി കിട്ടിയേ 1/3 ആണ്. അതിന് വേണ്ടിയിട്ട് ഒന്ന് പിക്ചറിലെ എല്ലാ ഭാഗങ്ങളും വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഇതുപോലെ ഷെയ്ഡഡ് പോർഷൻസ് എത്രയാ വരുന്നത് എന്നുള്ളതൊന്ന് എഴുതി കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്റെ മക്കളെ ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. സി ക്വസ്റ്റ്യന്റെ ഫിഗർ ആണ് പറയുന്നത്. 6 പീസാക്കിയതിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്തു. 6 പീസാക്കിയതിൽ 3 എണ്ണം ഷെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/6. ഈ 3/6 എനിക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. 3/6 മാറ്റിയിട്ട് 1/2 എന്നും എഴുതാം. 1/2 അത് അവിടെ നിന്നോട്ടെ. ഇനി ബി പിക്ചർ നോക്കിക്കേ. ബിയില് 4 പീസാക്കിയതിൽ ഒരാളെ കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം. 1/4. ഓക്കെ ആണേ. ഇപ്പുറത്തും 4 പീസാക്കിയതിൽ എ പിക്ചർ ആണ് പറയുന്നത്. എ പിക്ചറിൽ 4 പീസാക്കിയതിൽ 3 പേരെ കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. 3/4. സോ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമ്മളെ ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ്? പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചതുര ചിത്രമാണ് പറയുന്നത്. ഓക്കെ, പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഇതിൽ ഏതാണ്? അപ്പൊ പകുതി ഭാഗം ഹാഫ് ഷെയ്ഡ് ചെയ്തത് ഇതിൽ ആരാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? സി എന്ന് പറഞ്ഞ പിക്ചർ ആണ് വരുന്നത്. സോ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പൊ ബി ക്വസ്റ്റ്യന് പറഞ്ഞു, എ പറഞ്ഞു, ബി പറഞ്ഞു. സി ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി 1/4 ഈസ് there in 3/4? 3/4 എത്ര 1/4 ഉണ്ട്? അപ്പൊ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? 1/4 എത്ര തവണ ചേർന്നാലാണ് 3/4 ആവുന്നത്? ഗൈസ്, 1/4 3 തവണ കൂട്ടിയാലാണ് നിങ്ങൾക്ക് 3/4 കിട്ടുന്നത് അല്ലേ? അപ്പൊ എത്ര ടൈംസ് വേണം? 3 ടൈംസ്. 3 ടൈംസ് അല്ലേ? ശരിക്കും പറയുവാണെങ്കിൽ എന്താണ്? 1/4 3 തവണ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 3/4 കിട്ടുന്നത്. സോ 1/4 എത്ര ടൈംസ് വേണം? 3 തവണ വേണം 3/4 ആവാൻ. അതും കിട്ടി. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് 10 ലിറ്റർ ഓഫ് കോക്കനട്ട് ഓയിൽ ആർ ഡിവൈഡഡ് ഈക്വലി among 3 people, how many liter of coconut oil will 1 person get? 10 ലിറ്റർ വെളിച്ചെണ്ണ 3 പേർക്ക് തുല്യമായി വീതിച്ചെടുത്താൽ ഓരോരുത്തർക്ക് എത്ര ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്റെ മക്കൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഡി ക്വസ്റ്റ്യൻ ഇപ്പുറത്തെങ്ങാൻ ചെയ്യട്ടെ കേട്ടോ. 10/3 ലിറ്റർ എന്ന് എഴുതിയാൽ ഉത്തരം ശരിയാണ്. ഓക്കെ, ഇതിന്റെ ഉത്തരവാണേ പറയുന്നത്. 10/3 എന്ന് എഴുതിയാൽ ഉത്തരം ശരിയാണ്. പക്ഷെ അതിന് എന്ത് ചെയ്യണം? നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ സുഖമായിരിക്കും കാണാൻ. 10/3 എന്ന് പറഞ്ഞാൽ 10ൽ 3 എത്ര തവണ പോകുന്നു എന്നാണ് മീനിങ്. 10ൽ 3 തവണ പോകുന്നു. 3 3 9, ബാക്കി 1. സോ ഇതിനെങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാൻ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ആൻസർ ആയിട്ട് കിട്ടിയ 3 ആദ്യം എഴുതുക. ആൻസർ ആയിട്ട് കിട്ടിയ 3നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതണം. റെഡി? ആൻസർ ആയിട്ട് കിട്ടിയ 3നെ ഞാൻ എന്ത് ചെയ്തു? ആദ്യം എഴുതി. പിന്നെയോ ഇവിടെ കാണുന്ന റിമൈൻഡറിനെ ഈ ഡിവൈസർ കൊണ്ട് എന്ത് ചെയ്യണം? ഇതുപോലെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. സോ 1/3 ലിറ്റർ എന്ന് പറഞ്ഞാലും 10/3 ലിറ്റർ എന്ന് പറഞ്ഞാലും സെയിം ആൻസർ ആണ്. സോ നമുക്ക് കിട്ടിയ ആൻസർ ആയിട്ട് എഴുതിയെടുക്കാം 10/3 ലിറ്റർ അല്ലെങ്കിൽ 1/3 ലിറ്റർ.
സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. ABCD ക്വസ്റ്റ്യൻസുകൾ ഇതുപോലെ എന്ത് ചെയ്യും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ എന്റെ കുട്ടികളെ എല്ലാവരും എന്താണ് ഇനിയുള്ള ദിവസം നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നമ്മൾ 6ാം ക്ലാസ്സിലേക്കാണ്. സോ 6ാം ക്ലാസ്സിലെ പിള്ളേർ എല്ലാവരും നമ്മൾ ഇപ്പം സൈലത്തിൽ പഠിച്ചിറങ്ങിയ മക്കളൊക്കെ വജ്ര ബാച്ചിൽ നിന്ന് ഇറങ്ങിയവരാണ്. സോ വജ്ര ബാച്ചിലുള്ള മക്കൾക്ക് അറിയാം അത്രയും എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സുകളും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിന് പോയവരാണ്, ഭയങ്കര ഫ്രീ ആയിട്ട് പോയവരാണ്. അപ്പൊ ഇപ്പൊ പൃഥ്വി ബാച്ചിലുള്ള ആളുകൾക്കും അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അടുത്ത കൊല്ലം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ട്സുകളാണെങ്കിലും എക്സാമുകളാണെങ്കിലും നമ്മളെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും പഠിച്ച് ഫ്രീ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എന്ത് ചെയ്യുക, നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ ചെറിയൊരു സമയമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത്, ഇപ്പൊ 10% ഡിസ്കൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ 10% ഡിസ്കൗണ്ട് ഇപ്പോൾ ഉള്ളത് മറക്കണ്ട. അത്രയും ചെറിയ പൈസയിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാവും. സോ സംശയം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും താഴെ നമ്പർ ആയിട്ടുള്ള 9995400800 എന്നുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. സോ അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക എന്റെ മക്കൾ എല്ലാവരും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനും ഞങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.